ഹായ്! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഞാനൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തിയും നല്ല എനർജിയും തരുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഫുഡ് കളറാണെന്ന്. പക്ഷേ അല്ല, ഞാൻ ഇതിലേക്കൊരു ബീട്രൂട്ടാണ് വേവിച്ച് ചേർക്കണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ബീട്രൂട്ട് കുറച്ച് മാത്രം വെള്ളം, അത് വേവാനുള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇപ്പുറത്തെ ഗ്യാസിൽ തന്നെ നമുക്ക് റാഗിപ്പൊടിയാണ് കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂൺ റാഗി. ആദ്യം ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം, അല്ലെങ്കിൽ കട്ട കിട്ടും. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ, ഗ്യാസ് കത്തിക്കുന്നതിൻ്റെ മുന്നെയാണ് ഇത് ചെയ്യണത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ കട്ട കളയാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് വീണ്ടും ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 2 കപ്പ് വെള്ളമാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ റാഗിക്ക് ചേർക്കണത്. എന്താ വെച്ചാൽ അത് കുറുകി നന്നായി വെന്ത് വരണം. വെന്തില്ലെങ്കിൽ പിന്നെ വയറൊക്കെ അപ്സെറ്റ് ആവും. അപ്പോൾ വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് പിന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. ഇപ്പോഴാണ് ഇത് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് കത്തിക്കണത്. അതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇളക്കിക്കൊണ്ട് നന്നായി കുറുക്കി വെന്ത് വന്നതിന് ശേഷം ഇത് ആറാൻ വെക്കണം. അപ്പോഴേക്കും നമ്മളുടെ ബീട്രൂട്ടും എല്ലാം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ, ഹെൽത്തി ഫുഡ് എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ അടിപൊളിയാണ്. ഇപ്പം അധികം ചൂട് കാരണം വിശപ്പൊന്നും ഇല്ലല്ലോ. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ വയറ് ഫുള്ളായ പോലെ ഉണ്ടാവും ചെയ്യും. നല്ല എനർജിയാണ്. നമുക്ക് ഇത് തന്നെ ഫുള്ള് നമുക്ക് ബോഡിക്ക് വേണ്ട എല്ലാം നമുക്ക് കിട്ടും ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഇതാണ്. അപ്പം കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഇട്ടു എന്നേ ഉള്ളൂ. ബീട്രൂട്ട് വേവിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ച ഒരു ചുവ ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ് വേവിച്ച് ചേർക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനോട് ചേർത്തിട്ട് ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂണ് അളവിൽ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 3 പേർക്ക് കുടിക്കാനുള്ള ഒരു അളവാണ് കേട്ടോ. 3 ആൾക്ക് ഒരു ഓരോ ഗ്ലാസ്സിൽ കുടിക്കാനുള്ള ഒരു അളവാണ് ഞാൻ പറയണത്. അപ്പോൾ അത് ആറാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അത് ആറട്ടെ. അപ്പോഴേക്കും ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു 5-8 ഡേറ്റ്സ് കുരുവൊക്കെ മാറ്റി അത് കുറച്ച് ചൂട് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കണം സോക്ക് ചെയ്യാൻ. ചൂട് വെള്ളമോ ചൂട് പാലോ ഇത് വേണ്ടിയിട്ടിരിക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് ഇതാ വെന്തു, അതും ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ എല്ലാം ആറാൻ വെച്ചു കേട്ടോ, അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഓരോന്ന് ഇപ്പോൾ റെഡിയാക്കി വെച്ചത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റാഗി കുക്ക് ചെയ്തിട്ടു. അതിന് ശേഷം ബീട്രൂട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും ആ വെള്ളം കണ്ടോ അധികം ഇല്ല, വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുരുവൊക്കെ മാറ്റി സോക്കായിട്ടുണ്ടാവും. ഇതൊക്കെ ഇത് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം തന്നെ ഇത് ഇട്ടേക്കണം. അത് നമ്മൾ ഒരു പിഞ്ച് ഞാൻ ഗ്രാമ്പൂവിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഡേറ്റ്സ് ഇട്ടു കുരുമാറ്റിയത്. പിന്നെ ഏലക്കായ അത്ര ഇടുന്നില്ല, ഞാൻ ഒരെണ്ണം ചേർത്തു. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ അത്ര അങ്ങോട്ട് ഏലക്കായുടെ സ്മെല്ല് വരുന്നില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ചേർത്തു. നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി ഏലക്കായുടെ ഇഷ്ടമില്ല ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ ഗ്രാമ്പൂ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മളുടെ ഒരു ചെറുപഴവും കൂടി ചേർക്കുന്നുണ്ട്. ചെറുപഴമോ അല്ല നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴത്തിൻ്റെ അരയോ, ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, ഇഷ്ടമുള്ളത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ പഴമൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏലക്കായ ഞാൻ 2 ഇട്ടു കേട്ടോ. ഒരെണ്ണയാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ അരച്ചതിന് ശേഷം ടേസ്റ്റ് നോക്കിയപ്പോൾ കമ്മിയുണ്ട്, അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഇട്ടു. പിന്നെ ഒരു 1/2 കപ്പ് പാല്, തണുത്ത പാലാണ്, 1/2 കപ്പ് അതും കൂടി ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ച് കൊണ്ടുവരണം. അരച്ച് കൊടുന്നതിന് ശേഷം വേണം ബാക്കി പാല് ചേർക്കാൻ. ബാക്കി ഞാൻ ഒരു കപ്പും കൂടി പാല് ചേർക്കുന്നുണ്ട്, തണുത്ത പാല് തന്നെ. അപ്പം ഇനി പാല് മാറ്റിയിട്ട് വേണച്ചാൽ വെള്ളം വേണച്ചാൽ ചേർക്കാം കേട്ടോ, അത് ഓപ്ഷണലാണ്. അതിന് ശേഷം ചിയ സീഡ്സ് ഞാൻ ആദ്യം തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു, ഇതൊക്കെ ഉണ്ടാക്കണതിൻ്റെ മുന്നേ തന്നെ. അതും ഞാൻ ഒരു ടേബിൾ സ്പൂണ് കുതിർത്താൻ വെച്ചതാണ്, അതും വെള്ളത്തോട് കൂടിയിട്ട് ഇട്ടിട്ടു. അപ്പോൾ അതൊക്കെ നല്ല ദേഹത്തിന് നല്ല അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് ആ പാലും ചേർത്ത് നന്നായി കലക്കി റെഡിയായി. ഇനി വേണച്ചാൽ അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കുടിക്കാം. എങ്ങനെ വേണം, തണുത്ത പാലായത് കാരണം ഓൾറെഡി തണുപ്പുണ്ട്. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്തിട്ട് കുടിക്കാം. അടിപൊളി റെസിപ്പിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ.
ഇതിപ്പോൾ തന്നെ നല്ല റിച്ച് ആൻഡ് ഹെൽത്തിയാണ്. അതുകൊണ്ട് ഞാൻ വേറെ നട്ട്സ് ഒന്നും ചേർക്കണില്ല. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.